என் அருமை காதலியே, உன்னை சந்திப்பதுக்கு எவ்வளவு தொல்லை. என் கனவிலும் நீயே, என் நினைவிலும் நீயே. നിന്റെ തന്ത പട്ടര ഞാനുണ്ടല്ലോ. ഇത് ഏൻ കേസറ്റ് നീ എടുത്തേ? ഞാൻ പാട്ട് കേട്ടിട്ട് இருக்கடி. വേണ്ട വേണ്ട, നീ ഒന്നും കേൾക്കാൻ വേണ്ട. അയ്യോ വിടണേ. പോടി മാമി. பிசாசிகளா என்ன நீ கேளடா? மாமி இவ கேசட். ஏய் கொஞ்சம் போய் பாத்திரம் தேய்க்க சொன்னேன்ல, போய் பாத்திரம் தேய்ப்பா. டா நீ போய் படி. எப்ப பார்த்தாலும் ஒரே சண்டை. உன்னை வந்து கவனிச்சுக்கிறேன். இவ்வளவு வேலை கிடக்கிறது. எப்ப பாரு கீரியும் பாம்பு மாதிரி ரெண்டு சண்டை தான். குழாய மூடி தண்ணி போறது பாரு. இத கூட ஆரம்பிக்கோ. இரு இரு, இன்னைக்கு உங்க அப்பா மாட்டோம். நான் சொல்றேன்னா இல்லையான்னு பாரு. அவளுக்கு எப்ப பார்த்தாலும் உங்க கூட சண்டை போடுறதுக்கு தான் நேரம் சரியா இருக்கு. അയാളോട് നമ്മ വിഷയത്തെ പറ്റി ഞാൻ ചൊല്ല പോകുകേൻ. നിന്നെ എനിക്ക് കല്യാണം പണി കൊടുത്തില്ലെങ്കിൽ അയാളെ കൊന്നു വിട്ടിടും ഞാൻ. മര്യാദയാ. അറിയാൻ പാടില്ലെങ്കിൽ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്? മലയാളത്തിൽ പറഞ്ഞാ പോരെ? ബസ്സിന്റെ അകത്തിരുന്ന ഒരാൾ നോക്കിയല്ലേ, അയാളോട് പോയി ചാകാൻ പറ. ഇന്ന് നമ്മുടെ പ്രേമത്തിന്റെ 10 ബർത്ത്ഡേ ആണ്. പ്രേമം മനസ്സിൽ ജനിക്കുകയാണല്ലോ. അപ്പൊ പിന്നെ ബർത്ത്ഡേ എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ഗായത്രി ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു വർഷത്തിനിടയിൽ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ പോലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ ഗായത്രിയുടെ പേടി. എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? കാമുകിമാരെല്ലാം ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയാൽ ഇവിടെ ഒരു ഓഡിയോ കാസറ്റ് തരംഗം തന്നെ ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. ചിരിക്കണ്ട, ഞാനൊരു ഫാക്ട് പറഞ്ഞേ ഉള്ളൂ. ചിരിക്കണ്ട, ഞാനൊരു ഫാക്ട് പറഞ്ഞേ ഉള്ളൂ. സ്നേഹം മനസ്സിൽ ഒതുക്കി വെക്കാനുള്ളതല്ല, പ്രകടിപ്പിക്കാനുള്ളതാണ്. നിങ്ങൾ മുറിയിൽ കയറിക്കും, ഞാൻ ഈ ബൈക്ക് കൊണ്ട് വെച്ചിട്ട് വരാം. ഇതാ താക്കോല്. ഞാനങ്ങനെ 2 കയ്യിലും പെട്ടിയും വെച്ചോണ്ട്. എന്നാ പിടിക്കേ. വാ. ശബ്ദം ഉണ്ടാക്കാതെ പതുക്കെ. സ്വിച്ച് ഇടാൻ നോക്ക്. ആ, ഇതിന്റെ സ്വിച്ച് എവിടെയാണ്? മുറി എങ്ങനെ ഉള്ളത് പറയാനല്ലോ, കുഴപ്പക്കുറവൊന്നുമില്ല. നിനക്ക് സ്പാലടിക്കാൻ പറ്റിയ മുറി സ്വാമി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പതുക്കെ പതുക്കെ, ആ സ്വാമി കേൾക്കണ്ട. അയാൾ കിടന്ന് ബഹളം ഉണ്ടാക്കും. ഒരുമാതിരി പോത്തിന്റെ ശബ്ദമാണ് അയാൾ. പെമ്പിളുണ്ടോ? അയാളെ 2 പെമ്മക്കളി കടയിൽ വരും. വരുമോ? കിളിക്കല്ലേ. നിന്റെ ഒരുമാതിരി അലവലാതി സ്വഭാവം ഒന്നും അവരുടെ അടുത്ത് കാണിക്കരുത്. വെറുതെ അല്ലേ അവൻ ഇവിടുന്ന് മാറാത്തത്. ഇതാണ് നീ പറഞ്ഞ രാശി അല്ലേ? മനസ്സിലായി. முருகா, ஏக்கா சாவித்திரியும் காயத்ரி குட்டியும் தூங்கியாச்சா? சாவித்திரி தூங்கியாச்சு, காயத்ரி படிச்சுட்டு இருக்கா. காயத்ரியே பிஎஸ்சி முடிச்சதுக்கு அப்புறம் எம்எஸ்சிக்கு அனுப்பலாம்னு நம்ம ஹரிஹரன் சொல்றான். நீ என்ன சொல்ற? காயத்ரி நம்ம சாவித்திரி மாதிரி இல்லை, நல்லா படிப்பா. നമുക്ക് പോയി ഓരോ ചായ കുടിക്കാം.
നോക്ക്. കടപ്പത്തി 2 ചായ. ലൈറ്റടി 2 ചായ. ഏയ്, ഇവർ രണ്ടുപേരും മാടിയിൽ നിന്നാണ് വന്നത്. മാടിയല്ലേ സ്വാമി, മുകളിൽ. രാവിലെ മലയാളം പഠിപ്പിക്കാതെ ഇവങ്ങളെ തെരിയുമോ ഉനക്ക്? എനിക്കറിയില്ല സ്വാമി, ചിലപ്പോ മുരളി സാറിന്റെ കൂട്ടുകാരായിരിക്കും. പക്ഷി വരുന്നുണ്ട്. മനസ്സിലായില്ലല്ലോ. ഞങ്ങള് മുരളിയുടെ ഫ്രണ്ട്സാ. ഇന്നലെ രാത്രി ഇവിടെയായിരുന്നോ? അതെ, ഞങ്ങൾ ഇനിയും കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. എന്താ അങ്ങനെ? അത് ഞങ്ങൾ ആദ്യം വേറെ ലോഡ്ജിലാണ് താമസിച്ചിരുന്നത്. പക്ഷെ അവിടെ ഭയങ്കര സ്ട്രിക്റ്റാ, ഒരു സുഖവുമില്ല. ഇവിടെ ആണെങ്കിൽ നല്ല കാമൻ ക്വയറ്റ്. അതുകൊണ്ട് മുരളിയുടെ കൂടെ കൂടാന്ന് വെച്ചു. ഏയ്, ഇവിടെ കൂടാമെന്നോ? അയാളെ തന്നെ ഇവിടെ നിലയ്ക്ക് വിടാൻ പോവുകയാണ്. അതിനിടയിൽ നിങ്ങളും കൂടെ വന്ന് താമസിക്കാമെന്നോ? അതെ. ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ താമസിച്ചത്? മുരളിയോട്. അയാളാരാ എന്റെ ലോഡ്ജിൽ എന്റെ അനുവാദമില്ലാതെ വേറെ ആളുകളെ കയറ്റി താമസിപ്പിക്കാൻ? മുരളിയല്ലേ മുറി വാടകയ്ക്ക് എടുത്തിട്ടുള്ളത്. അയാൾക്ക് ഇഷ്ടമുള്ള അയാളോട് താമസിച്ച സ്വാമിക്ക് എന്താ? മുരളി ഉണ്ടോ? ഇയാൾക്ക് ഇതെന്തോ? அப்படி விடக்கூடாது. ஏதோ ஐடியா போட்டுத்தான் இவங்களை கொண்டு வந்திருக்காங்க. മുരളി, എന്ത് അനാവശ്യമാണ് ഈ കാണിക്കുന്നത്? ഇത് അനാവശ്യമല്ല സ്വാമി, എക്സർസൈസ് ആണ്. ഇതല്ല, ആരോട് ചോദിച്ചിട്ടാണ് ഇതിനകത്ത് വേറെ രണ്ടുപേരെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്? അത് അവരെന്റെ ഫ്രണ്ട്സ് ആണ് സ്വാമി. നിനക്ക് വേറെയും ഫ്രണ്ട്സ് ഉണ്ടാകുമല്ലോ, അവരെയും എല്ലാം ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുമോ? അയ്യോ, 3 പേരെക്കുള്ളിൽ ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് സ്വാമി. കിണ്ടൽ പண்றியா? നിന്നോട് തന്നെ ഒഴിഞ്ഞു തരാൻ പറഞ്ഞിട്ട് നാളെത്രയായി? ഓഹോ, നിനക്കൊരു ബലത്തിന് വേണ്ടിയിട്ടായിരിക്കും വേറെ രണ്ടുപേരെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത്. അതെല്ലാം ഒന്നും ഇങ്ങനെ നടക്കാതെ എല്ലാം ഉടനെ ഇറങ്ങിത്തരണം. ഞാനെന്തിനാ ഇറങ്ങി തരുന്നത്? എന്താണ് എന്റെ പേരിലുള്ള കുറ്റം? സ്വാമി പറഞ്ഞ അഡ്വാൻസ് തന്നിട്ടില്ലേ? മാസാമാസം കൃത്യമായിട്ട് വാടക തരുന്നില്ലേ? വേണ്ടടോ, എനിക്ക് തന്നെ വാടക. 2 കൊല്ലം മുമ്പുള്ള വാടകയല്ലേ? ആഹാ, വാടക കൂട്ടിത്തരാനാണെങ്കിൽ അത് പറഞ്ഞാ പോരെ സ്വാമി. വാടകയും കിടകയും ഒന്നും വേണ്ട. എപ്പോ ആവശ്യപ്പെട്ടാലും ഒഴിഞ്ഞു തരാമെന്ന് പറഞ്ഞല്ലേ താൻ ഇതിനകത്ത് വന്ന് കയറിയത്. എന്നിട്ടിപ്പോൾ നിയമം പറയുന്നോ? എനിക്ക് ഉടനെ പൊളിച്ചു പണിയാനുള്ളതാ. പൊളിച്ച് പണിതോ? അപ്പൊ ഇറങ്ങി തന്നാ പോരെ? പിന്നെ പണിത് കഴിയുമ്പോ ഒരു മുറി എനിക്ക് തരണം. മുറി മാത്രം മതിയോ? ഒരു AC കൂടെ വേണ്ടേ? ഓ, AC-ക്കൊക്കെ ഇപ്പോ വലിയ വിലയാവൂല്ലോ സ്വാമി. ഈ പഴയ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ തന്നെ ഞാൻ ഭഗീരഥ പ്രയത്നം ചെയ്യുന്നു. പിന്നെ പുതിയ വീടും കൂടെ ആയാൽ ഭേഷായി. ഉടനെ കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് ഇറങ്ങണം. സ്വാമി അധികം ഒന്നും സംസാരിക്കണ്ട. ഞാൻ കൃത്യമായിട്ട് വാടക തരുന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടമുള്ളവർ എന്റെ കൂടെ താമസിക്കും. ആരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ സ്വാമി ഇറങ്ങി പോവാൻ നോക്ക്. അത്രയ്ക്കായോ? തന്നെ ഇറക്കി വിടാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓ, ഇവിടെ എന്താ ചോദിക്കാനും പറയാനും ആരില്ലാന്ന് വിചാരിച്ചോ? ശ്രീകരം ഞാനൊന്ന് കൃഷ്ണൻ ഞാനാ. വരണം. ഹലോ, അല്ല സാറേ, ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറെ ആയി. ഞാൻ മെഡിക്കൽ റെപ്രസെന്റേറ്റീവാ. എന്നാലേ ഞങ്ങളും മെഡിക്കൽ പേഷ്യൻസാ. ഉവ്വ. സാറിന് കച്ചവടത്തിനല്ലേ? ആ. രോഗം മാറിയിട്ട് മതി കച്ചവടം. ഓ. ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും കാണാൻ പറ്റും. അകത്തേക്ക് കയറിയാ പുറത്തേക്ക് ഇറങ്ങാൻ 1 മണിക്കൂർ എടുക്കും. രാവിലെ ഇറങ്ങും ബാഗും തൂക്കി വരണം. ബാലൻ ഞാനാ വരൂ. എക്സ്ക്യൂസ് മീ ഡോക്ടർ. തന്നോട് മലയാളത്തിലാ പറഞ്ഞ പുറത്തേക്കാൻ. ഉടനെ വിളിക്കാം. എന്നാ സ്വാമിയാണെന്ന് കണി കണ്ടത്. മുരളി സാർ ഡോക്ടറെ കണ്ടില്ലേ? അതിന് എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ. പുതിയ സാമ്പിളൊന്നും ഇല്ലേ? പഴയ സാമ്പിൾ ഒരെണ്ണം ഡോക്ടറുടെ മുറിയിൽ ഇരിപ്പുണ്ട്. ഒരു 10-65 വയസ്സ് വരും. ചെന്ന് പറ്റുമെന്ന് നോക്ക്. ഈ പ്രേമവും ജോലിയും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ഞാൻ പെടുന്നൊരു പാട്.